Hi friends, welcome back to Agora, an open space to study. കേറ്റുവിൻ്റെ S5 സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റായ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 1 എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണ്. അതിലെ ഡിസൈൻ പ്രോബ്ലം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ പ്രൊസീജിയർ ഫോർ ഡിസൈൻ ഓഫ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്താണെന്ന് നോക്കാം. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് സ്റ്റീൽ ബീം തിയറി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ടെൻഷൻ സൈഡിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ടോട്ടൽ ഏരിയ സ്റ്റീൽ ഇൻ ടെൻഷൻ എന്ന് പറയുന്നതാണ് AST. ആൻഡ് കംപ്രഷൻ സൈഡിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ് ASC എന്ന് പറയുന്നത്. ടോപ്പ് തൊട്ട് കംപ്രഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് D' അല്ലെങ്കിൽ DC എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ അനാലിസിസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ബീം തിയറിയിൽ പറയുന്നത് ഈ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിനെ രണ്ട് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമും അടുത്തത് ഒരു സ്റ്റീൽ ബീമുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഈ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൽ തന്നിട്ടുള്ള ഫുൾ കോൺക്രീറ്റും അതുപോലെ തന്നെ ടെൻഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള സ്റ്റീലിലെ ഒരു പകുതി സ്റ്റീലും ഇവിടെ വരും. സോ ഇവിടുത്തെ ആ ഏരിയ സ്റ്റീലിനെയാണ് AST1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് MU1 എന്ന് പറയുന്നത്. സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് മാറ്റി പ്ലസ് ഒരു സ്റ്റീൽ ബീം ആയിട്ട് കൺവേർട്ട് ചെയ്തു. സ്റ്റീൽ ബീം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഒരു കോൺക്രീറ്റ് ഇല്ല അവിടെ. അപ്പോൾ അവിടെ ടെൻഷൻ സൈഡിൽ ബാലൻസ് വരുന്ന രണ്ട് ബാറും അതിന്റെ ഏരിയ AST2ഉം കംപ്രഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ASCയും ആണ് വരുന്നത്. ഇനി അവിടുത്തെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് MU2. സ്റ്റീൽ ബീം തിയറി അനുസരിച്ച് MU എന്ന് പറയുന്നത് MU1 പ്ലസ് MU2 ആൻഡ് MU1 എന്ന് പറയുന്നത് MU ലിമിറ്റ് പ്ലസ് MU2. ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ മെയിൻ ആയിട്ടും ചോദിക്കുന്ന ഒരു പ്രോബ്ലത്തിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ബീമിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ ഓവറോൾ ഡയമെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബീമും എഫക്റ്റീവ് ഡെപ്തും ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. പിന്നെ തരുന്നത് അവിടെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഗ്രേഡ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഗ്രേഡ് അത് തരും. പിന്നെ തരുന്നതാണ് മൊമെന്റ് തരും, അല്ലെങ്കിൽ ലോഡ് സ്പാനും തരും. ഈ ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ എമൗണ്ട് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനുമാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് ഫാക്ടേർഡ് മൊമെന്റ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആദ്യം തന്നെ അവിടുത്തെ ഫാക്ടേർഡ് മൊമെന്റ് കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി ലോഡ് കാൽക്കുലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് അവിടെ വരുന്ന ഫാക്ടേർഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. MU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണ്, ദാറ്റ് ഈസ് MU. ദെൻ ഫാക്ടേർഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവിടെ വരുന്ന ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.36 FCKB into XUmax into D minus 0.42 XUmax ആണ്. ഇത് സിംഗ്ലിയിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ D എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഔട്ട്സൈഡ് എടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എഴുതിയത്. ഇത് D ഔട്ട്സൈഡ് എടുക്കാതെ വരുന്ന ആ ഒരു ഇക്വേഷൻ ആണ് MU ലിമിറ്റിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ XUmaxന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അത് പേജ് 70 നിന്നാണ് എടുക്കുന്നത്, IS 456/2000. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ MU ലിമിറ്റിന്റെ വാല്യൂ കിട്ടും. ദെൻ ഈ MUന്റെ വാല്യൂയും MU ലിമിറ്റിന്റെ വാല്യൂയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ MUന്റെ വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ അതൊരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഇനി അങ്ങനെ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിറ്റർമിൻ ദ ഏരിയ ഓഫ് സ്റ്റീൽ കറസ്പോണ്ടിങ് ടു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന് കറസ്പോണ്ടിങ് വരുന്ന ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ എന്ന് പറയുന്നതാണ് AST1. AST1 കണ്ടുപിടിക്കാൻ വേണ്ടി MU ലിമിറ്റിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 0.87 FY AST1 into D minus 0.42 XUmax. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് AST1ന്റെ വാല്യൂ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് MU2ന്റെ കാൽക്കുലേഷൻ ആണ്. MU2ഉം അതുപോലെ തന്നെ AST2ഉം. MU2 കണ്ടുപിടിക്കാൻ വേണ്ടി MU2 എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റിൽ നിന്ന് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ മൊമെന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ MU2ന്റെ വാല്യൂ കിട്ടും. AST2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി MU2 is equal to 0.87 FY AST2 into D minus D dash. ഈ ഇക്വേഷൻ കിട്ടുന്നത് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നത്.
ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളത് AST2 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് AST2. AST2 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ടോട്ടൽ AST കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് AST is equal to AST1 plus AST2. ഇനി ടോട്ടൽ ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. അടുത്തത് കംപ്രഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള റീൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ASCM. അതിന് MU2 is equal to ASC FSC into D minus D dash എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ FSC കണ്ടുപിടിക്കണം യൂസിങ് ദ റേഷ്യോ D dash by D. ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ടേബിൾ Fൽ നിന്ന് FSCയുടെ വാല്യൂ എടുക്കുക. ഇനി ദെൻ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത് ASCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ ഒരു ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്ത് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ടെൻഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള റീൻഫോഴ്സ്മെന്റും കംപ്രഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ള റീൻഫോഴ്സ്മെന്റിന്റെയും ഡീറ്റെയിൽ കിട്ടി. ഇനി അവിടുത്തെ ക്രോസ് സെക്ഷൻ ഓഫ് ബീമും വരയ്ക്കുക. ഇത്രയാണ് ഡബ്ല്യു റീൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സും ഇക്വേഷൻസും. ഇനി ആദ്യം തന്നെ ഒരു പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, find the amount of steel required for a rectangular beam simply supported over an effective span of 6 meter. B is 250 mm and 350 mm overall depth, carrying a UDL of 10 kilonewton per meter other than dead load. The effective cover to the reinforcement is 50 mm. Use M20 and FP for 15. ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനാണ്. ഇവിടുത്തെ ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. B is 250 mm, ക്യാപിറ്റൽ D is 350 mm ആൻഡ് ഇവിടെ തന്നിട്ടുള്ള UDL എന്ന് പറയുന്നത് 10 kilonewton per meter ആണ്. അത് ഡെഡ് ലോഡ് ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള ലോഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഡെഡ് ലോഡും കൂടി ഇൻക്ലൂഡ് ചെയ്ത ലോഡാണോ അതോ ഡെഡ് ലോഡ് എടുത്തിട്ടില്ലേ, ഈ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഡെഡ് ലോഡ് എടുത്തിട്ടില്ല, ലൈവ് ലോഡ് മാത്രമാണ് തന്നിട്ടുള്ള 10 kilonewton per meter എന്ന് പറയുന്നത്. D ഡാഷ് ഇത് പറയുന്നത് എഫക്റ്റീവ് കവർ ആണ്, അത് 50 mm ആണ്. Then FCK value M20 ആയതുകൊണ്ട് തന്നെ 20 Newton per mm square. FY is 415 ആണ്. So 415 Newton per mm square. L is equal to 6 meter ആണ്. ഇനി ഇവിടെ effective depth തന്നിട്ടില്ല. So first we calculate the effective depth. കണ്ടുപിടിക്കാൻ വേണ്ടി ഓവറോൾ ഡെപ്തിൽ നിന്ന് D dash എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. So we get 300 mm. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു ക്വസ്റ്റിന് ചെയ്യുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. കാരണം ഇവിടെ മൊമെന്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ലോഡിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ആ ലോഡ് തന്നിരിക്കുന്നതും ഡെഡ് ലോഡ് തന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കണം. ഡെഡ് ലോഡ് മീൻസ് ദ ബീമിന്റെ സെൽഫ് വെയിറ്റ്. സോ ദ സെൽഫ് വെയിറ്റ് ഓഫ് ബീം ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു L ഇൻറ്റു B ഇൻറ്റു H. L എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എടുക്കുന്നത്. B ഈസ് 0.25, അതായത് 250 mm ആണ്. സോ 0.25 വരും. D എന്ന് പറയുന്നത് 350 mm ആണ്. സോ 0.35 ചെയ്യുമ്പോൾ 2.1875 വരും. സെൽഫ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലൈവ് ലോഡ് എന്ന് പറഞ്ഞ് 10 kilonewton per meter തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കുക. 10 plus 2.1875 12.1875 kilonewton per meter കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫാക്ടേർഡ് മൊമെന്റ് ആയ MU കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ ബെൻഡിങ് മൊമെന്റ് WL²/8. W എന്ന് പറയുന്നത് 12.1875 ഇൻറ്റു L (6²/8) ചെയ്യുമ്പോൾ 54.84 kilonewton per meter കിട്ടും. ഇതാണ് ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ്. ഇനി ഡിസൈൻ മൊമെന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ MUന്റെ കൂടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ MU is equal to 54.84 ഇൻറ്റു 1.5 is equal to 82.26 kilonewton per meter കിട്ടും. ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഫാക്ടർ ലോഡ് കണ്ടുപിടിച്ചിട്ട് ഫാക്ടേർഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. അതായത് ഫാക്ടർ ലോഡ് എന്ന് പറയുന്നത് ഈ വാല്യൂവിന്റെ കൂടെ 1.5 ചെയ്യുക. അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ വരുന്ന ഫാക്ടേർഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. അതായത് അവിടെ 1.5 ചെയ്യുക. എവിടെയെങ്കിലും ഒന്നുകിൽ ലോഡിൽ 1/1.5 ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റിന്റെ അവിടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡിസൈൻ മൊമെന്റ് അല്ലെങ്കിൽ ഫാക്ടേർഡ് മൊമെന്റ് എടുത്തുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ. മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിസൈൻ ചെയ്യേണ്ടത് സിംഗിളി ആണോ ഡബിളി ആണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ MU എന്ന് പറയുന്നത് MU1 പ്ലസ് MU2 ആണ്. MU1 എന്ന് പറയുന്നത് MU ലിമിറ്റ് പ്ലസ് MU2 ആണെന്ന് അറിയാം. ഇതൊരു ഡബ്ല്യു റീൻഫോഴ്സ്ഡ് ബീമിന്റെ കണ്ടീഷൻ ആണ്. ഇവിടെ ഡബ്ല്യു ആണ് എങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് MUന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണ് എങ്കിലാണ് നമ്മൾ അവിടെ ഡബ്ല്യു കൊടുക്കുന്നത്.
അപ്പോൾ ആ ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ mu ലിമിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.36 FCK XUmax into B into D minus 0.42 XUmax. ഇതിൽ XUmax by D എന്ന് പറയുന്നത് IS 456 2000 പേജ് 70 നിന്ന് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് 0.48. അതായത് FP 450 കറസ്പോണ്ടിങ് വാല്യൂ ആണ് 0.48 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് XUmax എന്ന് പറയുന്നത് 0.48 into D കിട്ടും. ദാറ്റ് ഈസ് 0.48 into 300 ചെയ്യുമ്പോൾ 144 കിട്ടും. ഈ mu ലിമിറ്റിന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ആണ് 62.08 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് ഇവിടെ കിട്ടിയുള്ള മുന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ mu ലിമിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീം ഡിസൈൻ ചെയ്യുന്നത് ഡബ്ല്യു റീൻഫോഴ്സ്ഡ് ബീം ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഇനി ഇവിടെ വരുന്ന mu2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റിൽ നിന്ന് mu1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ mu2 കിട്ടും. ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് 82.26 ആണ്. മൈനസ് 62.08 ചെയ്യുമ്പോൾ 20.18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും. ഇവിടെ വരുന്ന എല്ലാ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഏരിയ ഓഫ് ടെൻഷൻ സീൽ കണ്ടുപിടിക്കുകയാണ്. അതായത് ASTയുടെ വാല്യൂ കണ്ടുപിടിക്കണം. AST എന്ന് പറയുന്നത് AST1 പ്ലസ് AST2 ആണ്. AST1 കണ്ടുപിടിക്കാൻ വേണ്ടി mu1ന് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.87 F by AST1 into D minus 0.42 XUmax ആണ്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ AST1. കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 717.8 mm² ആണ്. mu2ന്റെ വാല്യൂവിൽ നിന്ന് AST2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. mu2ന്റെ ഇക്വേഷൻ 0.87 F by AST2 into D minus D dash. ഇത് സോൾവ് ചെയ്യുമ്പോൾ AST2ന്റെ വാല്യൂ കിട്ടുന്നത് 223.57 mm² ആണ്. അപ്പോൾ ടോട്ടൽ AST കിട്ടാൻ വേണ്ടി AST1 പ്ലസ് AST2 ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ 941.37 mm² കിട്ടും. ഇനി ഇവിടെ ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യുക. ബാറിന്റെ ഡയമീറ്റർ എടുക്കുന്നത് 16-20 mm ഡയമീറ്റർ വരുന്ന ബാർസ് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ടെൻഷൻ ബാർ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ ആണ്. സോ 941.37 ഡിവൈഡഡ് ബൈ π/4 into 16² ചെയ്യുമ്പോൾ 4.68 കിട്ടും. സോ അതിനെ ഫ്രണ്ടോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ 5 ബാർസ് എന്ന് കിട്ടും. സോ വി പ്രൊവൈഡ് 5 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാർസ്. അപ്പോൾ ടെൻഷൻ സൈഡിൽ 5 ബാർ കൊടുക്കുന്നുണ്ട്. ആ 5 ബാറിന്റെ ഡയ എന്ന് പറയുന്നത് 16 mm ആണെന്ന് കിട്ടി. ഇനി കംപ്രഷൻ സൈഡിൽ കൊടുക്കുന്ന സ്റ്റീലിന്റെ ഏരിയ കിട്ടണം. ദാറ്റ് ഈസ് ASC. ASC കിട്ടാൻ വേണ്ടി വി നോ ദാറ്റ് mu2 എന്ന് പറയുന്നത് ASC FSC into D minus D dash ആണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് ASCയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ FSC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. FSC കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വി ഫൈൻഡ് ദ റേഷ്യോ D dash by D. D dash by D ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 0.166 ആണ്. അപ്പം ഇത് നമ്മൾ എടുക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് SP16 തന്നിട്ടുള്ള ടേബിൾ Fൽ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ D dash by Dയുടെ വാല്യൂ കിട്ടുന്നത് 166 ആണ്. അപ്പോൾ ഇവിടെ 0.15ഉം 0.2ഉം ആണ് ഉള്ളൂ. 0.166 ഇല്ല. അപ്പോൾ ഇത് ഇന്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. അതിനുവേണ്ടി ഇന്റർപോളേഷൻ ചെയ്യാൻ വേണ്ടി ആ ഒരു ഫിഗർ വരയ്ക്കുക. ദാറ്റ് ഈസ് 0.15ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 342, 0.2ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 329. നമുക്ക് വേണ്ടത് 0.166ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ x, ദാറ്റ് ഈസ് 342 മൈനസ് 329 ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് എന്ന് പറയുന്നത് 0.2ൽ നിന്ന് 0.15 മൈനസ് ചെയ്യുക ഇസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 0.2 മൈനസ് 0.166 ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 8.84 കിട്ടും. ഇനി 0.166ന് കറസ്പോണ്ടിങ് വരുന്ന FSC വാല്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് 329 ആണ്. സോ എക്സും കൂടി ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് 337.84 കിട്ടും. ദാറ്റ് ഈസ് FSC is equal to 337.84 ന്യൂട്ടൺ പെർ mm² കിട്ടും. ഇനി mu2ന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ASCയുടെ വാല്യൂ 238.95 mm² കിട്ടും. 16 mm ഡയമീറ്റർ ഉള്ള ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 238.95 ഡിവൈഡഡ് ബൈ π/4 into 16² ചെയ്യുമ്പോൾ 1.16 കിട്ടും. സോ റൗണ്ട് ചെയ്ത് 2 ബാർസ് എന്ന് എഴുതുക. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ബാർസ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാർസ് ആണ് കംപ്രഷൻ സ്റ്റീലിന്റെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ വരയ്ക്കുക. B is 250 mm, ക്യാപിറ്റൽ D is 350 mm ആണ് വരുന്നത്. ഇനി ടെൻഷൻ സൈഡിൽ നമുക്ക് കിട്ടിയത് 5 ബാർ ആണ്. അതിൽ ഡയ എന്ന് പറയുന്ന 16 mm ഡയമീറ്റർ ഉള്ള ബാർസ് ആണ് ടെൻഷൻ സൈഡിൽ കൊടുക്കുന്നത്.
കംപ്രഷൻ സൈഡിൽ കൊടുക്കുന്നത് 2 ബാർസ് ആണ്. അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ഡയമീറ്റർ ആണ്. പ്രോബ്ലം നോക്കാം. A rectangular RCC beam is 200 mm wide and 500 mm deep. It is reinforced with 4 bars of 25 mm diameter in compression. Find out the area of tension reinforcement required. Also find out the moment of resistance of this section. Use M20 and FE 250. Assume effective cover to reinforcement is 50 mm. ആദ്യം തന്നിട്ടുള്ള ഡേറ്റാസ് എഴുതാം. B is 200 mm, ക്യാപിറ്റൽ D ആണ് തന്നിട്ടുള്ളത് 500 mm and D dash is 50 mm, FCK M20 ആയതുകൊണ്ട് 20 Newton per mm square, FI FE 250 ആയതുകൊണ്ട് 250 Newton per mm square. എഫക്റ്റീവ് ഡെപ്ത് ക്വസ്റ്റിന് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആദ്യം എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 500 മൈനസ് 50 ചെയ്യുമ്പോൾ 450 mm കിട്ടും. ഇനി ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ കിട്ടാൻ വേണ്ടി ഇവിടെ 4 ബാർസ് ആണ് കംപ്രഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡയ എന്ന് പറയുന്നത് 25 ആണ്. സോ ASC എന്ന് പറയുന്നത് 4 × π/4 × 25 സ്ക്വയർ ചെയ്യുമ്പോൾ 1963 mm സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ ആണ്, AST. ദാറ്റ് ഈസ് അതിന് നമ്മൾ ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കംപ്രഷൻ = ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. കാരണം ക്വസ്റ്റിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല, അതുപോലെ തന്നെ ലോഡും ഒന്നും തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് AST കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷൻ എടുക്കുന്നത് ടോട്ടൽ കംപ്രഷൻ = ടോട്ടൽ ടെൻഷൻ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0.36 FCK BXU plus FSC ASC is equal to 0.87 FY AST. ഇതിൽ നിന്ന് XU എന്ന് പറയുന്നത് XU max ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ XU max by D എന്ന് പറയുന്നത് 0.53 ആണ്, കാരണം ഇവിടെ FE 250 ആണ് യൂസ് ചെയ്യുന്നത്. Therefore, XU max is equal to 0.53 × 450 ചെയ്യുമ്പോൾ 238.5 mm കിട്ടും. ഇനി ഇവിടെ FSC യുടെ വാല്യൂ അറിയണം. അതിനുവേണ്ടി FE 250 ആണ്, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് FSC യുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 0.87 FY ചെയ്യുമ്പോൾ 217.5 Newton per mm square കിട്ടും. ഇനി ടോട്ടൽ കംപ്രഷൻ = ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ അൺനോൺ ആയിട്ടുള്ളത് AST ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ AST വാല്യൂ 3540 mm സ്ക്വയർ. അടുത്തത് ക്വസ്റ്റിന് പറയുന്നത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയ MUന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിന് പറയുന്നത്. അപ്പോൾ ഡബിളി റീൻഫോഴ്സ്ഡ് ബീം ആണ്, അതുകൊണ്ട് തന്നെ MU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MU1 + MU2 ആണ്. MU1 എന്ന് പറയുന്ന MU ലിമിറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ MU ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 0.36 FCK BXU max × D - 0.42 XU max ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ 120, 145, 615 Newton mm എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി MU2 കിട്ടാൻ വേണ്ടി ASC FSC × D - D dash എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 170781000 Newton mm എന്ന് കിട്ടും. സോ ടോട്ടൽ MU എന്ന് പറയുന്നത് കിട്ടുന്ന വാല്യൂ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 290926615 Newton mm, അതായത് കിലോന്യൂട്ടൺ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ × 10⁻⁻6 ചെയ്യുമ്പോൾ കിട്ടുന്നത് 290.9 കിലോന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുന്നത്. ഇതാണ് ഇവിടെ വരുന്ന ടോട്ടൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഡിസൈൻ പ്രോബ്ലം ആണ്. ഡിസൈൻ എ റെക്ടാങ്കുലർ ബീം 230 mm by 600 mm over an effective span of 5 meter. Superimpose load on the beam in 50 kilonewton per meter. Effective cover to reinforcement is taken as 50 mm. Use M20 and FE 450. ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതുക. B is 230, capital D is 600 mm, LE is 5 meter, superimpose load or live load is 50 kilonewton per meter, D dash 50 mm, FCK M20 ആണ്, so 20 Newton per mm square, FI 415 ആണ്, so 450 Newton per mm square. സ്മോൾ d എഫക്റ്റീവ് ഡെപ്ത് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓവറോൾ ഡെപ്തിൽ നിന്ന് എഫക്റ്റീവ് കവർ മൈനസ് ചെയ്യുമ്പോൾ 550 mm കിട്ടും. ആദ്യം തന്നെ ഗിവൺ ഡേറ്റാസ് എഴുതുക. ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ബീം, ദാറ്റ് ഈസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു വോളിയം. 25 ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 0.23 × 0.6 × 1 ചെയ്യുമ്പോൾ 3.45 kilonewton per meter കിട്ടും. ലൈവ് ലോഡ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 50 kilonewton per meter ആണ്. സോ ടോട്ടൽ ലോഡ് കാണുക, 50 + 3.45 53.45 kilonewton meter കിട്ടും. ഇനി ഫാക്ടർ ലോഡ് ആക്കുക, അതായത് ഇതിനെ ഇൻറ്റു 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 80.175 kilonewton per meter. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ലോഡ് കാൽക്കുലേഷൻ.
സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഡിസൈൻ മൊമെന്റും ഡിസൈൻ ഷെയറും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ ഷെയറും കൂടി കണ്ടുപിടിക്കാനുള്ള കാരണം ക്വസ്റ്റ്യനിൽ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൂടി ഡിസൈൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഷെയറും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ L²/8 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 250.55 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. അതാണ് ഇവിടുത്തെ MUവിന്റെ വാല്യൂ. VU എന്ന് പറയുന്നത് WL/2 ആണ്. സോ 80.175 × 5/2 ചെയ്യുമ്പോൾ 200.4 കിലോന്യൂട്ടൺ കിട്ടും. സോ ഡിസൈൻ മൊമെന്റും ഡിസൈൻ ഷിയറും കിട്ടി. അടുത്തത് ഇവിടുത്തെ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം ആണോ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് ചെക്കും ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് MU എന്ന് പറയുന്നത് MU1 + MU2 ആണ് ഇൻ കേസ് ഓഫ് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം. ഇതിനകത്ത് ഈ MU1 എന്ന് പറയുന്നത് MU ലിമിറ്റ് ആണ്. അപ്പൊ അത് തന്നെ MU ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 0.36 FCK XU max × B × D minus 0.42 XU max എന്ന് പറയുന്ന ഇക്വേഷനിൽ ആദ്യം തന്നെ XU max/D കണ്ടുപിടിക്കുക. FE 415 ആണ്. സോ 0.48 വരും. XU max എന്ന് പറയുന്ന 0.48 × D ചെയ്യുമ്പോൾ 246 കിട്ടും. ഇനി ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 181.966 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ MUവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 250.55 ആയിരുന്നു. അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് ഈ MU ലിമിറ്റിന്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീം ആണ്. നെക്സ്റ്റ് ഇവിടുത്തെ MU2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ടോട്ടൽ മൊമെന്റിൽ നിന്ന് MU ലിമിറ്റിന്റെ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ 68.584 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി AST = AST1 + AST2. AST1 കിട്ടാൻ വേണ്ടി MU1 = 0.87 FY AST1 × D - 0.42 XU max. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് AST1 1128.3 mm². AST2 കിട്ടാൻ വേണ്ടി MU2 = 0.87 FY AST2 × D - D dash. ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് AST2 = 380. സോ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് AST = AST1 + AST2 ടോട്ടൽ കാണുമ്പോൾ 1508.3 mm² കിട്ടും. ഇനി ഇവിടുത്തെ ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്തിരിക്കുന്നത് 20 mm ഡയമീറ്റർ ബാർസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 bar, that is 4.8 കിട്ടും. 5 bars പ്രൊവൈഡ് ചെയ്യുക. സോ പ്രൊവൈഡ് 5 numbers of 20 mm diameter bars. Then ഇവിടുത്തെ ആക്ച്വൽ AST എന്ന് പറയുന്നത് 5 × π/4 × 20² ചെയ്യുമ്പോൾ 1570 mm² കിട്ടും. ഇനി ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ദാറ്റ് ഈസ് ASC കിട്ടാൻ വേണ്ടി MU2വിന് അനദർ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് MU2 = ASC FSC × D - D dash. ഇതിൽ FSC കണ്ടുപിടിക്കാൻ വേണ്ടി D'/D കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.09 കിട്ടും. ഇനി ടേബിൾ Fൽ നിന്ന് D'/Dക്ക് കറസ്പോണ്ടിങ് വരുന്ന FSCയുടെ വാല്യൂ കിട്ടണം. 0.05 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ഉണ്ട്, 0.1 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ഉണ്ട്. നമുക്ക് 0.09 കറസ്പോണ്ടിങ് വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇവിടെ എടുക്കുമ്പോൾ D'/Dക്ക് 0.1 കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുക. 0.09 ആണ്. അപ്പോൾ ഏകദേശം ചെറിയൊരു വാല്യൂ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ D'/Dക്ക് 0.1 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ് 353 Nm/mm² എന്ന് പറയുന്നത്. ദെൻ FSC കിട്ടിക്കഴിഞ്ഞാൽ ഈ MU2 എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ASCയുടെ വാല്യൂ കിട്ടുന്നത് 388.6 mm² ആണ്. ASC കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറിന്റെ ഡയമീറ്റർ അസ്യൂം ചെയ്തിട്ട് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. സോ ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് 1 bar ചെയ്യുമ്പോൾ 1.93 കിട്ടും. സോ 2 bars പ്രൊവൈഡ് ചെയ്യുക. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 2 numbers of 15 mm diameter bars ആണ്. ഇനി ആക്ച്വൽ ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് 2 × π/4 × 16² ചെയ്യുമ്പോൾ 402 mm² കിട്ടും. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീലും കിട്ടി, ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീലും കിട്ടി. അടുത്തത് ഇവിടുത്തെ ഡിസൈൻ ഓഫ് ഷിയർ ആണ്. ഷിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഷിയർ ഫോഴ്സ് അറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞ് VU കണ്ടുപിടിച്ചത് 200.4 കിലോന്യൂട്ടൺ ആണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷിയർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാലൻസ് ഡിസൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ ഷിയർ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഷിയർ കൺസിഡർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലെ ഷിയർ യൂസ് ചെയ്തുകൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പം അതിനുവേണ്ടി ചില ടെസ്റ്റുകളിൽ ഈ ഒരു ഷിയർ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഷിയർ യൂസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഏത് രീതി ചെയ്താലും ശരിയാണ്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷനിലെ ഷിയർ എടുത്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ആസ് പെർ IS 456/2000 clause 22.6.2 the critical section for shear is at a distance d from the face of support. സപ്പോർട്ടിന്റെ ഫേസിൽ നിന്ന് എഫക്റ്റീവ് ഡെപ്ത് ഡിസ്റ്റൻസ് മാറിയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്.
സോ ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് 550 ആണ്. അല്ലെങ്കിൽ 550 പ്ലസ് 250/2. ഈ 250/2 എന്ന് പറയുന്നത് ഇവിടെ വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ് 250 mm. സോ 550യുടെ കൂടെ വിഡ്ത്ത് ഓഫ് സപ്പോർട്ടിന്റെ പകുതി കൂട്ടുക. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 675 ഫ്രം ദ സെന്റർ ഓഫ് സപ്പോർട്ട് ആണ്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ കിട്ടാൻ വേണ്ടി ഷിയർ ഫോഴ്സ് അറ്റ് സപ്പോർട്ടിൽ നിന്ന് ലോഡ് അപ് ടു ക്രിട്ടിക്കൽ സെക്ഷൻ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 200.4 ആണ്, മൈനസ് ലോഡ് എന്ന് പറയുന്നത് 80.175 ഇൻറ്റു ലോഡ് ആക്ട് ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ഷന്റെ ഡിസ്റ്റൻസ് 0.675 ആണ്. അതായത് 675 mm മീറ്ററിലോട്ട് മാറ്റുന്നത്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 146.28 kN ആണ്. സോ ഈ ഒരു ഷിയർ യൂസ് ചെയ്തുകൊണ്ട് വേണം ഇവിടെ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഇനി വരുന്ന ഡിസൈൻ പ്രൊസീജിയർ എല്ലാം സെക്കൻഡ് മൊഡ്യൂളിൽ ഷിയർ ഡിസൈൻ ചെയ്യാൻ പഠിച്ച സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് തന്നെ നോമിനൽ ഷിയർ സ്ട്രെസ് ടോവിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, VU/BD എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി IS 456/2000 പേജ് 72 and 73 ഈ രണ്ട് പേജ് റെഫർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. വിയുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 146.28 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 230 ഇൻറ്റു 550 ചെയ്യുമ്പോൾ 1.156 കിട്ടും. നെക്സ്റ്റ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ടേബിൾ 90ൽ നിന്നാണ് എടുക്കുന്ന ആ വാല്യൂ. സോ അതിനുവേണ്ടി PT-യുടെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന 100 AST/BD ആണ്. 100 ഇൻറ്റു AST എന്ന് പറയുന്നത് 1570 ആണ്. ദെൻ 230 ഇൻറ്റു 550 ചെയ്യുമ്പോൾ 1.24 കിട്ടും. ഇനി ടേബിൾ 90ൽ നിന്ന് ടോസിയുടെ വാല്യൂ എടുക്കുന്നത് 0.67 Nm/mm² ആണ്. അപ്പോൾ ടേബിൾ 90ൽ തന്നിട്ടുള്ളത് PT 1.25 കറസ്പോണ്ട് വരുന്ന വാല്യൂ ആണ് 0.67 എന്ന് പറയുന്നത്. 1.24ഉം 1.25ഉം തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹയർ വാല്യൂവിന്റെ ടോസിയുടെ വാല്യൂ ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 0.67 Nm/mm². ഇനി മാക്സിമം ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടോസി മാക്സ് അതെന്ന് പറയുന്നത് 2.8 Nm/mm² ആണ്. ഇനി ടേബിൾ 19 എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ 19 ആണ് IS 456/2000 100 AST/BDയുടെ വാല്യൂവും കോൺക്രീറ്റ് ഗ്രേഡും ആണ്. M20 ഗ്രേഡ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 1നും 1.25നും ഇടയിലാണ് 1.24 വരുന്നത്. 1ന് കറസ്പോണ്ടിങ് വാല്യൂ 0.62ഉം 1.25ന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് 0.67. 1.24 ഇവിടെ ഇല്ല. സോ നമ്മൾ കുറച്ചും കൂടി ഹയർ ആയിട്ട് വാല്യൂ ആയ 1.25ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.67 എടുത്തു. മാക്സിമം ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ടേബിൾ 20ൽ നിന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ടോസി മാക്സ് വാല്യൂ ഈസ് 2.8 Nm/mm². അടുത്തത് ഇവിടെ നമ്മൾ ഇനി വരുന്ന ഈ 3 വാല്യൂ കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ടോവി ഈസ് ലെസ് ദാൻ ടോസി മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ടോസി. ടോവിയുടെ വാല്യൂ ടോസിയുടെ വാല്യൂനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് ഇവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. Therefore the shear reinforcement is necessary. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സ്ട്രെങ്ത് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് VUS, ദാറ്റ് ഈസ് VU മൈനസ് ടോസി BD ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 61525 ന്യൂട്ടൺ കിട്ടും. അടുത്തത് ഷിയർ റെസിസ്റ്റൻസ് ഓഫ് നോമിനൽ സ്റ്റിറപ്സ് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന VUS മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 0.4 BD കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 50600 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ VUSന്റെ വാല്യൂനേക്കാളും ചെറുതാണ്. ഹെൻസ് ദ നോമിനൽ സ്റ്റിറപ്സ് ആർ നോട്ട് സഫിഷ്യന്റ് ഓഫ് ദ സെക്ഷൻ നിയർ സപ്പോർട്ട്. സപ്പോർട്ടിന്റെ അവിടെ ഈ നോമിനൽ സ്റ്റിറപ്സ് കൊടുത്താൽ പോരാ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 61525 ന്യൂട്ടൺ എടുത്തുകൊണ്ട് വേണം ബാലൻസ് കാൽക്കുലേഷൻ ചെയ്യാൻ. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സ് ആണ്. അതിനുവേണ്ടി VUSന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 0.87 FY/ASV × D ഡിവൈഡഡ് ബൈ SV. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ SV എന്ന് പറയുന്നതാണ് സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സ്. സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സ് എന്ന് പറയുന്നത് 0.87 FY/ASV × D ഡിവൈഡഡ് ബൈ VUS എന്ന് വരും. ഇത് നമ്മളിവിടെ 2 legged സ്റ്റിറപ്സ് 10 mm ഡയമീറ്റർ ബാർസ് അസ്യൂം ചെയ്യുമ്പോൾ ASV എന്ന് പറയുന്നത് 2 × π/4 × 10² ചെയ്യുമ്പോൾ 157.08 mm² കിട്ടും. ഇതാണ് ഏരിയ ഓഫ് സ്റ്റിറപ്സ്. നെക്സ്റ്റ് സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സിന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 506.98 mm കിട്ടും സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്സ് ആയിട്ട്. ഇനി മാക്സിമം സ്പേസിംഗിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. മാക്സിമം സ്പേസിംഗ് എന്ന് പറയുന്നത് 0.75 D or 300 mm. ഇതിൽ ഏതാണ് ചെറിയ ആ വാല്യൂ വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ 0.75 × 550 or 300 ചെയ്യുമ്പോൾ 412.5 അല്ലെങ്കിൽ 300 mm കിട്ടും. ഇവിടെ ഏതാണ് ചെറുത്?
300 mm ആണ് ചെറുത്. സോ ആ വാല്യൂ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഹെൻസ് പ്രൊവൈഡ് 10 mm diameter 2-legged stirrups at 300 mm center to center at the section near supply. അവിടെ കൊടുത്തിട്ടുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm ആണ്. ഇനി സെന്ററിലോട്ട് വരുമ്പോൾ സ്പേസിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റ് മിഡ് സ്പാനിൽ ദ സ്പേസിംഗ് ഓഫ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എസ് ബി എന്ന് പറയുന്നത് 0.87 FY ASB ഡിവൈഡഡ് ബൈ 0.4 into B എന്ന് പറയുന്ന ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 616.45 mm കിട്ടും. മാക്സിമം സ്പേസിങ്ങിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ 412.5ഉം 300 mm ഉം 616.45 mm ആണ് വരുന്നത്. ഇതിൽ മിനിമം വാല്യൂ 300 ആണ്. ഹെൻസ് വി പ്രൊവൈഡ് 2-legged 10 mm diameter stirrups at 300 mm center to center at the midspan. മിഡ് സ്പാനിലും സപ്പോർട്ടിലും നമ്മൾ കൊടുക്കുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm ആണെന്ന് കിട്ടി. ഇവിടുത്തെ ഡിസൈൻ സമ്മറി, വീവിന്റെ സൈസ് 230/600 mm, മെയിൻ ടെൻഷൻ ബാർ കിട്ടിയത് 5 bars of 20 mm ഡയമീറ്റർ ബാർസ് ആണ്. ഷിയർ സ്റ്റിറപ്സ് എന്ന് പറയുന്നത് 2-legged 10 mm ഡയമീറ്റർ, അത് 300 mm സ്പേസിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്രഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് 2 numbers ആണ്, അത് 16 mm ഡയമീറ്റർ വരുന്നതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കുക. ആദ്യം ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ, വീവിന്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരയ്ക്കുക. വിത്ത് സപ്പോർട്ട് 250 mm ആണ്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 5 meter ആണ്. സൈഡിൽ 5 bars ആണ്, അത് 20 mm ഡയമീറ്റർ വരുന്നതാണ്. കംപ്രഷൻ സൈഡിലെ ബാർ വരയ്ക്കുക. 2 numbers 16 mm ഡയമീറ്റർ ആണ്. ഇനി സ്റ്റിറപ്സ് വരയ്ക്കുക. സ്റ്റിറപ്സിന്റെ ഡീറ്റെയിലിംഗ് മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് 2-legged 10 mm ഡയമീറ്റർ സ്റ്റിറപ്സ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ. ഇവിടുത്തെ ഈ രണ്ട് സ്റ്റിറപ്സുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm ആണ്. ഇനി ഇവിടുത്തെ ക്രോസ് സെക്ഷൻ വരയ്ക്കുക. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. 230 mm വിഡ്ത്തും 600 mm ഓവറോൾ ഡെപ്തും ആണ്. സ്റ്റിറപ്സ് വരയ്ക്കുക. അത് മാർക്ക് ചെയ്യുക. 2-legged 10 mm ഡയമീറ്റർ 300 mm സെന്റർ ടു സെന്റർ. ടെൻഷൻ സൈഡിൽ 5 bars ആണ് കിട്ടിയിട്ടുള്ളത്. സോ 5 bars വരയ്ക്കുക. അതിന്റെ ഡീറ്റെയിൽ മാർക്ക് ചെയ്യുക. കംപ്രഷൻ സൈഡിൽ 2 bar ആണ്, അത് 16 mm ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഓഫ് ബീം. എങ്ങനെയാണ് ഒരു ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യുന്നത്. ഇന്ന് പഠിപ്പിച്ച ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി അടുത്ത ഈ ഒരു മൊഡ്യൂളിലെ 2 ടോപ്പിക്കും കൂടി ഉണ്ട്. ഒന്ന് ടോർഷന്റെ ഡിസൈനും അടുത്തത് ടി ബീമിന്റെ ഡിസൈനുമാണ് ഈ ഒരു മൊഡ്യൂളിൽ ഇനി പഠിക്കാനുള്ളത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.